പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മിശിഹായാൽ സ്നേഹിക്കപ്പെട്ടവരെ, എൻ്റെ പ്രായത്തോട് അടുപ്പത്തിൽ ആയിരുന്ന, എന്നാൽ ഹൃദയത്തിലേറെ സ്നേഹത്തിൽ ഒന്നായിരുന്ന 3 മാടപ്രാവുകൾ ഈ അടുത്തൊരു നാളിൽ ഒരാൾക്ക് പിന്നാലെ മറ്റൊരാൾ എന്ന നിലയിൽ സ്വർഗത്തിലേക്ക് പോയി. നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന പ്രശാന്തച്ചൻ, മൈക്കിൾ പനച്ചിക്കലച്ചൻ, അതുപോലെ തന്നെ അബ്രഹാം പള്ളിവാതിക്കലച്ചൻ, പള്ളിയച്ചൻ എന്നെല്ലാവരും വിളിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, പള്ളിവാതിക്കലച്ചനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് ഒരു ധ്യാനം കഴിഞ്ഞ് ഹൈറേഞ്ചിൽ നിന്ന് വരുമ്പോൾ ഒരു ബസ്സിൽ വച്ച് ആണ്. 1977 അദ്ദേഹം കന്യാസികൾക്കുള്ള ഒരു ധ്യാനം കൊടുത്തേച്ച് വരുന്നു. 12 പേർക്ക് വെച്ചുള്ള ഒരു ഏകാന്ത ധ്യാനമാണ്. 30 ദിവസമൊക്കെ കൊടുക്കും. ചിലപ്പോൾ അത് ഒരാഴ്ച, 10 ദിവസം, അങ്ങനെയുള്ള ഒരു ഇഗ്നേഷൻ വഴി ഉള്ള ധ്യാനമാണ്. അത് അവിടെ ഒരു കന്യാസി ഉണ്ടായിരുന്നു, ഒരു കീറാമുട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നവും, മഠത്തിലും പ്രശ്നം, നാട്ടിലും പ്രശ്നം. എത്ര ധ്യാനം അച്ഛനോട് കൂടിയിട്ടും മാറിയില്ല. ഇത്തവണ അച്ഛൻ ആ ധ്യാനത്തെ സംബന്ധിച്ചപ്പോൾ ഈ സിസ്റ്റർ കംപ്ലീറ്റ് മാറിയിരിക്കുന്നു. സിസ്റ്റേഴ്സ് എല്ലാം പറഞ്ഞു ആളങ്ങ് മാറി പാടുകയെന്ന്. അപ്പോൾ ചോദിച്ചു എങ്ങനെയാണ്? അപ്പോൾ പറഞ്ഞു മഞ്ഞാക്കളച്ഛൻ്റെ കൂടെ കരിസ്മാറ്റിക് ധ്യാനം കൂടിയെന്ന്. ഓർക്കണമേ, 1977. അങ്ങനെ കേട്ട ആ അച്ഛൻ എന്നെ വണ്ടി വെച്ച് കാണുന്നു. തമ്പുരാൻ്റെ പണി നോക്കണേ. എല്ലാം ഞങ്ങൾ അങ്ങനെ കരിസ്മാറ്റിക് ധ്യാനത്തെപ്പറ്റിയും ഒക്കെ സംസാരിച്ചു. നമുക്കെല്ലാം അറിയാം, കരിസ്മാറ്റിക് കേരളത്തിലെ നവീകരണ പ്രസ്ഥാനത്തിൻ്റെ ചുക്കാൻ പിടിച്ചു. അതിനുശേഷം നമുക്കറിയാം, യുവാക്കളെല്ലാം ഒന്നിച്ചുകൂടി ഒരു കൊടക്കീഴിൽ അവരെ കൊണ്ടുവന്ന് ജീസസ് യൂത്ത് ഉണ്ടാക്കി. ഈയിടെ അദ്ദേഹത്തെപ്പറ്റിയെല്ലാം നിങ്ങൾ കേട്ടതുകൊണ്ട് ഞാൻ കൂടുതൽ ഒന്നും പറയുന്നില്ല. എൻ്റെ ഉറ്റമിത്രം ആയിരുന്നു. എനിക്ക് മേലായെങ്കിലും ഞാൻ കഴിഞ്ഞ വർഷവും വീൽചെയറിൽ പോയി കണ്ടു. ഈ 3 പേരിൽ ഞാൻ കണ്ട ഏറെ കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് അസൂയയുണ്ടായിരുന്നു. അവിടെ ആ നിഷ്കളങ്കത, അവിടെ ആ പരമാർത്ഥതയുള്ള സ്നേഹം, എളിമ, സൗമ്യത, ആഴമായ വിശ്വാസം, ദൈവസ്നേഹം, മറ്റുള്ളവരുടെ കാരുണ്യം, ഇതൊക്കെ ഒത്തിരി വിളങ്ങി പ്രകാശിപ്പിച്ചപ്പോൾ ഞാൻ മനുഷ്യനല്ലേ, ഒരു അസൂയ തോന്നിയുമേ, ഇവരെപ്പോലെ എനിക്ക് ഉയരാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ. ഇനി ഇവരുമായിട്ട് അടുത്ത് ഞാൻ വ്യാപരിക്കുമായിരുന്നു. പള്ളിവാതിക്കച്ചനുമായിട്ടായിരുന്നു അവസാനം വരെയുള്ള ആ കൂടുതലായിട്ടടുപ്പം. ഞാനിപ്പോഴും ഓർത്തു പോവുകയാണ്. അദ്ദേഹം അവസാന കാലത്തും ഒരു പരാതിയും കൂടാതെ, ഒരു അസ്വസ്ഥതയും മുഖത്ത് കാണിക്കാതെ ആ സഹനങ്ങളെല്ലാം സഹിച്ചു കിടന്നത്. ഞാൻ ചെന്നപ്പോഴേ എൻ്റെ വീൽചെയർ തള്ളിക്കൊണ്ടുപോയി ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിച്ചു, ഒന്നിച്ചു കാപ്പി കുടിച്ചു. അതൊക്കെ മറക്കാനാവാത്ത നിമിഷങ്ങൾ ആയിരുന്നു. ആ സഹനത്തിലും അദ്ദേഹം കാണിച്ച ആ സ്നേഹം അപ്പോൾ ഞാൻ പങ്കുവച്ചു. അതായത് വത്തിക്കാനിൽ ഞങ്ങൾ ആദ്യത്തെ ലാലോക വൈദികളുടെ ധ്യാനത്തിൽ സംബന്ധിച്ച അവസരം, അന്നൊക്കെ $500 ബാങ്കിൽ നിന്ന് കിട്ടൂ, വേറെ എങ്ങും ഡോളർ കിട്ടില്ല. അത് മാറിക്കൊണ്ട് പോവാം യാത്രയ്ക്ക്. അതുമായിട്ട് വന്നു. അവിടെ വെച്ച് കണ്ട കുറേ അച്ഛന്മാരുടെ കൂടെ കൂടി ഒരു അത്താഴം കഴിക്കാൻ പോയി. $500 വലിയൊരു തുകയാണല്ലോ. അവിടെ ഇറ്റലിയിൽ ചെല്ലുമ്പോൾ ഒരു മാറ്റം ലീരയാക്കും. അപ്പോൾ 850 ലീരയാണ് $1 അന്ന്. അപ്പോൾ ഒത്തിരി കൈ നിറച്ച് രൂപയായി. പക്ഷേ ഓർഡർ ചെയ്ത് ബില്ല് വന്നപ്പോൾ ഏകദേശം $1000 ബില്ലാണ് വന്നിരിക്കുന്നത്. കൈ കാശില്ലായിരുന്നു. അപ്പം ഞാൻ അടുത്ത ഒരു ബെഞ്ചിലിരിക്കുകയാണ്. എന്നോട് പറഞ്ഞ അച്ഛാ ഇങ്ങനെ പറ്റി. ഞാനന്ന് ആഞ്ചലിക്കം യൂണിവേഴ്സിറ്റി പഠിക്കുന്നു, പൈസ ഉണ്ടായിരുന്നു, ഞാൻ ഷെയർ ചെയ്തു. ഞാൻ പറയാൻ കാരണം അങ്ങനെയൊക്കെയുള്ള ആ അടുപ്പത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഒത്തിരി ഹൃദയത്തിൽ നിഷ്കളങ്കനായിരുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ചിലപ്പോഴൊക്കെ തെറ്റിദ്ധരുത്തിൽ തരുമായിരുന്നു. കോട്ടയം സോണ് വളർന്നു. അവിടെ പല കൺവെൻഷനുകൾ നടന്നു, പൊതുജനങ്ങൾക്കായി, ദമ്പതികൾക്കായി, കന്യാസികൾക്കായി, ചെറുപ്പക്കാർക്കായിട്ട്, യുവാക്കൾക്കായിട്ട് ഒക്കെ, ക്രിസ്ത്യന്. അപ്പോൾ എല്ലാം അവിടെ വരുമായിരുന്നു.
മഞ്ഞാക്കളച്ച ജെയിംസ് അച്ച, എന്നെ അദ്ദേഹം മഞ്ഞാക്കളച്ച നല്ലതേയും വിളിച്ച ജെയിംസ് അച്ച എന്നായിരുന്നു. അങ്ങനെ ഒത്തിരി സ്നേഹത്തിൽ ആയിരുന്നു ഞങ്ങൾ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ എടുത്തിയാട്ടവും ഒക്കെ കാണുമ്പം അല്പം ക്ഷമയോടെ വേണമെന്ന് പറഞ്ഞ് എന്നെ ഉപദേശിക്കുമായിരുന്നു. എനിക്കത് യാതൊരു പരിഭവവും തോന്നിയിട്ടില്ല. കോട്ടയത്ത് വെച്ചാണല്ലോ ഈ ജീസസ് യൂത്ത് ആണെങ്കിലും ആരംഭിച്ചത് എന്നെനിക്ക് പറയാൻ കഴിയും. നമുക്ക് ഇപ്പോൾ ക്രിസ്ത്യനിലുള്ള മേരിക്കുട്ടിയും ബിജു, സന്തോഷ്, ബീനായ, അതുപോലെ കുമരത്തുണ്ടായിരുന്ന ഓമാച്ചൻ, അതുപോലെ ഡൊമിനിക് ഷാവിയോ, ആബ്രഹാം പുത്തങ്കളം, മോൻ എന്ന് വിളിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആരിച്ചുട്ടി ചേച്ചി, ശോശാമ, ഇവരെല്ലാം കൂടെ കൂടി വാസ്തവത്തിൽ ഈ ജീസസ് യൂത്ത് ആരംഭിക്കുന്ന കോട്ടയത്താണ്. അവിടെ നിന്നാണ് എറണാകുളത്ത് പോയത്. ഹല്ലേലൂയ. എനിക്ക് അസൂയൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. പ്രിയപ്പെട്ടവർ, ഞാനിത് പറയാൻ കാരണം അതായത് അങ്ങനെ അടുപ്പം ഉണ്ടായിരുന്നൊരു വ്യക്തി അത് പറന്ന് കർത്താവിലേക്ക് പോയി. എനിക്ക് സങ്കടം ഉണ്ട് വേർപാടിൽ, പക്ഷേ സന്തോഷമുണ്ട്. എൻ്റെ കൂടെ ഒന്നായി പ്രാർത്ഥിക്കാൻ ഒരാളെ കൂടി എനിക്ക് സ്വർഗത്തിൽ കിട്ടി. ഈ മൂവരും എന്നോട് പറയുകയുണ്ടായി സ്വപ്നത്തിൽ, ജെയിംസ് അച്ച, അച്ഛൻ്റെ പരേതാത്മാക്കളുടെ ശുശ്രൂഷയിൽ ഞങ്ങളും വരും. ഏറെപ്പേരുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. പനച്ചിൽക്കൽ അച്ഛൻ പ്രൊവിൻസ് തിരിഞ്ഞു. അപ്പോൾ അടുത്തുള്ള ഒരു സ്ഥലത്ത്, എൻ്റെ കാരിഷ് ഭവൻ്റെ അടുത്തുള്ള സ്ഥലത്താണല്ലോ ഒരു ധ്യാനാശ്രമം ആരംഭിക്കുന്നത്. കാരിഷ് ഭവനിൽ ഏതായാലും മൈലുകൾ അപ്പുറത്ത്. അപ്പോൾ അത് വന്ന് അതേപ്പറ്റിയൊക്കെ സംസാരിക്കുമായിരുന്നു എന്നോടത്ത്, അതിൻ്റെ പുരോഗമനത്തെപ്പറ്റിയും അദ്ദേഹത്തിന് സഭയിൽ നിന്നുണ്ടായ തിരസ്കരണങ്ങളെപ്പറ്റിയും. കാരണം എനിക്ക് ഉണ്ടായ തിരസ്കരണം പോലെ അദ്ദേഹത്തിനും ഉണ്ടായി. അപ്പോൾ പലതും പങ്കുവയ്ക്കുകയും ഉപദേശങ്ങൾ സ്വീകരിക്കുകയും വേദനകളെല്ലാം പരസ്പരം പറയുകയെല്ലാം ഞങ്ങൾ ചെയ്യുമായിരുന്നു. പിന്നീട് ഞാൻ യൂറോപ്പിലേക്ക് പോകുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് ഞങ്ങൾ അധികം ബന്ധമുണ്ടായിട്ടില്ല, വല്ലപ്പോഴൊക്കെ കാണുകയല്ലാതെ. അപ്പോൾ പരിത്രാണ, അതായത് കോട്ടയത്തിൽ പോകുന്ന വഴിക്ക് വർദ്ധിച്ചു വളർന്നു. അതിൻ്റെ സ്ഥാപക ഡയറക്ടർ ആണല്ലോ അച്ഛന് മൈക്കിൾ പനക്കിൽ. മാത്രമല്ല പാട്ടുകൾ എഴുതുകയും സിനിമ ഇറക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ബന്ധപ്പെടുകയും പരസ്പരം പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ അധികം കണ്ടിട്ടില്ല, ഞാൻ യൂറോപ്പിൽ പോയതിന് ശേഷം. എന്നാലും ആ ഹൃദയ ബന്ധം എപ്പോഴും ഉണ്ടായിരുന്നു. അതായത് ഈ 3 പേരും, പള്ളിവാരക്കൽ അച്ഛനും അതുപോലെ പ്രശാന്ത് അച്ഛനും മൈക്കിൾ പനച്ചിൽ അച്ഛനും നിങ്ങൾക്കറിയാവുന്നതുപോലെ സന്യാസ വൈദികരാണ്. സന്യാസ വൈദികർ പ്രവാചക ദൗത്യമാണ് ചെയ്യുന്നത്. സഭയിലെ പ്രവാചക ദൗത്യം നേരിട്ട് ചെയ്യുന്നവർ, വളച്ചൊടിക്കാതെ വചനം ഘോഷിച്ച് നവീകരണം യഥാർത്ഥത്തിൽ ജനങ്ങൾ എത്തിക്കുന്നവരായിരുന്നു ഇവർ 3 പേരും. രോഗശാന്തിക്കല്ല അമിത പ്രാധാന്യം കൊടുത്തിരുന്നത്, അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കുമല്ലായിരുന്നു, ആത്മീയ നവീകരണമായിരുന്നു. മനോഹരമായ മൈക്കിൾ അച്ഛൻ്റെ ആ പ്രസംഗങ്ങളൊക്കെ കേട്ടാൽ നമുക്ക് മനസ്സിലാകും എത്രമാത്രം ആഴമായ ദൈവസ്നേഹമുള്ളൊരു വ്യക്തിയായിരുന്നു എന്ന്. പ്രശാന്ത് അച്ഛൻ പാവം എന്ന് ഞാൻ പറയും, നല്ലൊരു ശുദ്ധൻ. ഞാൻ ആലപ്പുഴ ധാരാളം കൺവെൻഷനുകൾ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. തുമ്പോളിൽ 5 ലക്ഷം പേരുടെ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൺവെൻഷൻ. അതുപോലെ വട്ടയാൽ, അതുപോലെ അവിടെ കത്തീഡ്രൽ ഗ്രൗണ്ട് മുതലായ സ്ഥലങ്ങളിലൊക്കെ ഏറെയേറെ കൺവെൻഷനുകൾ ഞാൻ കൊടുത്തു. ആലപ്പുഴ മറ്റൊരു അടുപ്പമായി. ആലപ്പുഴക്കാരും അതുപോലെ അവിടെ കുട്ടനാട്ടുകാരും പറയുമായിരുന്നു മഞ്ഞാക്കച്ചൊരു MGR ഞങ്ങൾക്കെന്ന്. അങ്ങനെ ഇരിക്കുന്ന കാലത്തൊക്കെ ഈ പരിപാടിക്കൊക്കെ വളരെ ശാന്തനായിട്ട് പ്രശാന്തത്വം വരുമായിരുന്നു. പ്രസാദവും ഉണ്ടായിരുന്നു. അതെ, ആ പ്രസാദ മുഖത്ത് കാണാമായിരുന്നു പ്രശാന്തച്ഛൻ എന്ന് പറയുമ്പോൾ. അദ്ദേഹം അങ്ങനെ ഉപദേശം നയിക്കുക. എന്നിടയ്ക്ക് വന്നൊരു മാടപ്രാവിനെ പോലെ സംസാരിക്കും. IMSC പോയി ഞാൻ ധ്യാനിപ്പിച്ചിട്ടുണ്ട് പലതവണയും. അപ്പോൾ അങ്ങനൊരു ആഴമായ ഒരു ബന്ധം അച്ഛനും മൈക്കിൾ അച്ഛനെ പോലെ ഞാൻ യൂറോപ്പിലേക്ക് പോയത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പോയതല്ല, പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോയതാണ്. എന്നെ നാട്ടിൽ വേണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. ആ കിഡ്നാപ്പ് സംഭവം കഴിഞ്ഞപ്പോൾ ഞാനൊരു വിവാദ പുരുഷനായി. അപ്പോൾ പരിശുദ്ധാത്മാവിനെ എടുത്ത് കൊണ്ടുപോയി ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. അപ്പോൾ ഇവർക്ക് 2 പേരും പറഞ്ഞ, അച്ഛാ, കേരളത്തിൽ നവീകരണത്തിന് അച്ഛൻ വേണം, അച്ഛനാണ് ആരംഭകൻ എന്ന് കൂടെ പ്രശാന്ത് അച്ഛനും പറയുമായിരുന്നു, മൈക്കിൾ അച്ഛനും പറയുമായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഈ അനുസ്മരണ വീഡിയോ ഇടുന്നത് ഇവർ 3 പേരും
ഒരു മാടപ്രാവുകളായിരുന്നു എന്നെനിക്ക് തോന്നി. എനിക്കത് പറയാനാണ് തോന്നുന്നത്. അവർ ശാന്തമായി പറന്ന് സ്വർഗത്തിലേക്ക് പോയി. അത് അന്ന് ഞാനിവിടെ യൂറോപ്പിലായതുകൊണ്ട് പോകാനോ ശവസംസ്കാരത്തിൽ പങ്കുകൊള്ളാനോ അല്ലെങ്കിലും ഞാൻ ഈ വീൽ ചെയറിലായതുകൊണ്ട് ഇങ്ങനത്തെ ഉള്ളതൊന്നും പോകാറില്ല. ശവസംസ്കാരം, കല്യാണം അല്ലെങ്കിൽ പട്ടം കൊടുക്കലൊക്കെ ഒത്തിരി ആൾ കൂടുന്നിടത്ത് ഈ വീൽ ചെയറിലുള്ള ഇരിപ്പും കാലിലും കൈയെല്ലാം നീരും വെച്ച് ചിലപ്പോൾ തലയിൽക്കൂടെയൊക്കെ ചോര ഒഴുകുകയും ഇതൊക്കെ അത് മറ്റുള്ളവർക്ക് അരോചകമാകുമില്ല. അതുകൊണ്ട് ഞാനങ്ങനെ പോവില്ല. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്നും കരുതും. അതുകൊണ്ട് പലതിലും പങ്കുകൊള്ളാനും ഒന്നും സാധിച്ചിട്ടില്ല. പ്രിയമുണ്ട്, ഞാനതൊക്കെ പറയാൻ കാരണം എൻ്റെ സ്പോണ്ടേനിയസായിട്ട് സ്വയംപ്രേരിതമായിട്ട് പറയുകയാണ്. വളരെയധികം തങ്ങളുടെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി. അതൊരു പ്രവാചക ദൗത്യമാണ്. അത് അവസാനത്തെ തുള്ളി ചോരയും നീരും പോലും ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ജീവിതമാണ് എന്ന് നിങ്ങൾക്കും എനിക്കും കാണിച്ചു തന്ന 3 മാതൃകകൾ, 3 മാടപ്രാവുകൾ ആണ് ഇത് മൂവരും. അബ്രഹാം അച്ഛനും, പ്രശാന്ത് അച്ഛനും, മൈക്കിൾ അച്ഛനും. അത് അടുത്തൊരു കാലഘട്ടത്തിൽ അടുത്തടുത്ത് സ്വർഗത്തിലേക്ക് പോയത്. പ്രിയപ്പെട്ടവർ, നമുക്ക് അവരോട് പ്രാർത്ഥിക്കാം. നമ്മളെയും അത് ആത്മാവിൽ നിറച്ച് ആത്മാവിൽ അഭിഷിക്തരാക്കി ഈശോയുടെ സ്വന്തമാക്കി കാത്തോളണമേ എന്ന്. നിശ്ചയമായിട്ടും ഇവർ മൂവരും യേശുവിൻ്റെ സ്വന്തം ആയിരുന്നു എന്ന് ഞാൻ പറയും. അതുകൊണ്ടാണ് അവർ മരിച്ച ദിവസങ്ങളിൽ തന്നെ സ്വപ്നത്തിൽ ഞാൻ അവരെ കണ്ടു. പോവുകയാണ് എന്ന് അന്ന് അബ്രഹാം അച്ഛൻ കോഴിക്കോട്ട് വെച്ച് പറഞ്ഞ അതേ സ്വരത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ മറ്റു രണ്ടും മഞ്ഞാക്കളച്ച എന്ന് മൈക്കിളച്ചൻ പറഞ്ഞു, ഞാൻ പോവുകയാണ്. പ്രശാന്തച്ചൻ പുഞ്ചിരിയോടെ പറഞ്ഞു, ബൈ ബൈ ജെയിംസച്ച, കാണാം എന്ന്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷവും നിങ്ങൾക്കറിയാം, ഞാൻ ഉറക്കമില്ലാത്ത വേദനയുടെ രാത്രികളിൽ ശുദ്ധിയാത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഇവർ വരാൻ തുടങ്ങി ആത്മാക്കളെ സഹായിക്കുവാനായിട്ട്. ഇത് കൂടെ പറയുവാനും കൂടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. ഇവർ 3 പേരെയും ഓർക്കുമ്പോൾ ഒത്തിരി സ്നേഹമാണ് എൻ്റെ ഹൃദയത്തിൽ വരുന്നത്, നന്ദിയാണ് വരുന്നത്, ദൈവത്തിന് സ്തുതിയും സ്തോത്രവും ആണ് വരുന്നത്. പ്രിയപ്പെട്ടവരെ, കാരിഷ് ഭവൻ്റെ വളർച്ചയ്ക്കായിട്ടും ഇവർ 3 പേരും വളരെയധികം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തവരാണ്. എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വന്നു. എൻ്റെ 2 ഗഡുക്കളായിരുന്നു ഏറ്റവും വേദന ഞാൻ അനുഭവിച്ചത്. അതിലൊന്ന് തസ്കരന്മാർ പിടിച്ചുകൊണ്ടുപോയത്, പീഡിപ്പിച്ചത്. തിരിച്ചു വന്നപ്പോൾ എൻ്റെ സ്നേഹിത വൈദികർ 11 കാണാൻ വന്നില്ലെങ്കിൽ ഇവർ 3 പേരും വന്നിരുന്നു ആശ്വസിപ്പിക്കുവാൻ. 3 പേരും ഏകദേശം ഒരേ വാക്കാണ് പറഞ്ഞത്. ക്രൂശിതരൂപത്തെ നോക്കിക്കൊണ്ടുമാണ് പറഞ്ഞത്. ഈശോ ഇത്രമാത്രം വചനത്തിന് വേണ്ടി ദാഹിച്ച് ആത്മാക്കളെ ജ്വലിപ്പിച്ച് നടത്തി. അതിൻ്റെ അനുഭവം കണ്ടില്ലേ? നമുക്കെല്ലാം അതാണ് അനുഭവം. തിരസ്കൃതരാകും. ജംശിച്ച അതുകൊണ്ടൊട്ടും വിഷമിക്കരുത്. തിരസ്കരിച്ചവരോടെല്ലാം ക്ഷമിക്കൂ എന്ന് പറഞ്ഞ പള്ളിവാതിൽക്കച്ഛനെയും മറക്കാൻ എനിക്ക് പറ്റില്ല. തലയൊക്കെ വെച്ച് ഏറെ പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് ക്ഷമിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്രകാരം എന്നെക്കൊണ്ട് പീഡിപ്പിച്ചവരോട് ആരാന്ന് ഇന്നും അറിയത്തില്ല എങ്കിൽ പോലും. പ്രിയപ്പെട്ടവരെ, അതുപോലെ രണ്ടാമത്തെ എൻ്റെ തിരസ്കരണം കാരിശ്വാനിൽ തന്നെ എൻ്റെ അധികാരികൾ കൊണ്ടുപോയതാണ്. ഒരിക്കലും ഞാൻ നട്ടു വളർത്തിയ അഥവാ ഞാൻ പെറ്റു വളർത്തിയ എൻ്റെ മകൾ അവിടുന്ന് പെട്ടെന്ന് എന്നെ അവിടുന്ന് പറിച്ചു മാറ്റി. കുറേ നാളിവിടെ നിന്ന് വളർത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അവിടുത്തെ ഹിതം വേറെയായിരുന്നു, യേശുവിൻ്റെ ഹിതം. ആ പറിച്ചു മാറ്റലും എന്നെ ഒത്തിരി വേദനിപ്പിച്ചു. ഈ 3 പേരും എന്നെ സ്വാന്തനിപ്പിച്ചു. നല്ല വാക്കിൽ പറഞ്ഞു. അന്നും ഇവർ 3 അറിയുന്നില്ല കർത്താവ് എന്നെ യൂറോപ്പിന് കൊണ്ടുപോകുമെന്ന്. അത് പിന്നീടാണ് സംഭവിക്കുന്നത്. അതിനുശേഷം ഞാൻ 3 പേരോടും പറഞ്ഞു. അബ്രഹാച്ചൻ വലിയ സന്തോഷമായിരുന്നു. അച്ഛാ, പുതിയ മേച്ചിൽ സ്ഥലത്തേക്ക് പോവുകയാണല്ലോ, സന്തോഷം. മറ്റവർക്ക് 2 ഇഷ്ടമില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ആഗ്രഹം ഞാൻ കേരളത്തിൽ തന്നെ നിന്നുകൊണ്ട് നവീകരണത്തിൻ്റെ ചുക്കാൻ പിടിച്ച് മുന്നോട്ട് പോകണമെന്നായിരുന്നു. അത് കേരള കശ്മീരി നവീകരണത്തിൻ്റെ ഡയറക്ടറേറ്റിനെ തിരഞ്ഞെടുത്തപ്പോഴാണ് ഞാൻ കാര്യസ്വാമൻ ആരംഭിച്ചത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഭാരവാഹിത്വം എടുക്കാൻ പറ്റില്ലായിരുന്നു പറഞ്ഞു. അപ്പോൾ രൂപസ്ഥച്ചൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പറ്റില്ല, രണ്ടിടത്തും കൂടെ പോകാൻ പറ്റുകയില്ല. ഒന്നെങ്കിൽ അച്ഛൻ എമാവൂസിൽ എറണാകുളത്ത് താമസിക്കണം, അല്ലെങ്കിൽ കാര്യസ്വാമിൽ. അങ്ങനെയാണ് അന്ന് കളത്തിലച്ഛനെ
ഡയറക്ടറാക്കിയതും ഈ സംഭവങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കുമെങ്കിലും പറയുകയാണ്. അപ്പോൾ അന്നും പ്രശാന്തച്ചൻ്റെയും മൈക്കിളിൻ്റെയും ആഗ്രഹം ഞാൻ നാട്ടിലുണ്ടായിരിക്കണമെന്നായിരുന്നു. മൈക്കിളച്ചൻ എനിക്കൊരു വലിയൊരു പ്രചോദനം തന്നു വിദേശത്ത് പോകാൻ. അദ്ദേഹം 12 തവണ വന്നിട്ടുണ്ട് വിദേശത്ത് പ്രസംഗിക്കാൻ. അതിനെപ്പറ്റിയൊരു പുസ്തകമുണ്ട്, അത് വായിച്ചായിരുന്നു. ഒന്ന് പുസ്തകത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അന്ന് അച്ഛൻ പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു വെച്ചാൽ, വിദേശത്ത് ഏറെ പേർ വചനത്തിൽ ദാഹിക്കുന്നുണ്ട്. അതെ, നമ്മൾ മലയാളികൾ പോകേണ്ട കാലമാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞത്. പിന്നീടാണ് ഞാൻ പോകുന്നു എന്നറിഞ്ഞത്. അപ്പോൾ ഞാൻ പോകുമെന്ന് പറഞ്ഞപ്പം ഞാൻ വിട്ടുമാറുന്നതിനോട് പുള്ളിക്ക് താല്പര്യമില്ലായിരുന്നു. വിദേശത്ത് ഈ വചനപ്രഘോഷം നല്ലതാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം വന്നപ്പോഴെല്ലാം നല്ല വിളവ് കൊയ്യാൻ സാധിച്ചു എന്നുള്ളത്. ഇതൊക്കെ ഓർമ്മയിൽ വന്നത് ഞാനങ്ങ് പറയുകയാണ്. ഇവർ 3 പേരെയും ഓർത്ത് ഞാൻ തമ്പുരാൻ നന്ദി പറയുന്നു, സ്തോത്രം അർപ്പിക്കുന്നു. ഞാൻ ഓരോരുത്തർക്കും വേണ്ടി ഓരോ ഗ്രിഗോറിയൻ കുർബാന ചൊല്ലുകയാണ്. ആദ്യമായിട്ടിപ്പോൾ ഒരാളുടെ കഴിഞ്ഞു, പ്രശാന്തച്ചൻ്റേത്. മൈക്കിളച്ചൻ്റെ കുർബാന ഇപ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അടുത്തത് എൻ്റെ അബ്രഹാം അച്ഛൻ്റേതാണ്, പള്ളിയിലച്ഛന്. നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. യഥാർത്ഥ നവീകരണത്തിൻ്റെ ആഴം മനസ്സിലാക്കി പരിശുദ്ധാത്മാവിൽ നമുക്ക് നവീകരിക്കപ്പെട്ടവരായി, ഈശോയുടെ സ്വന്തമായി ആത്മാവിൽ കത്തി ജ്വലിക്കുന്നവരായി മുന്നോട്ട് പോകാം. അവർ തന്ന മാതൃകയും ഉപദേശങ്ങളും വല്ലപ്പോഴൊക്കെ ഒന്ന് അയവിറക്കാം. പക്ഷേ അവരുടെ വീഡിയോകൾ കേട്ടെന്ന് വരാം. ഇല്ലെങ്കിലും അന്ന് ധ്യാനങ്ങളൊക്കെ കേട്ട വചനങ്ങൾ ഹൃദയത്തിൽ കാണും. അത് മാതാവിനെ പോലെ സംഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. അയവിറക്കി അതൊക്കെ ആസ്വദിച്ച് അതൊക്കെ സ്വന്തമാക്കി നമുക്ക് വിശുദ്ധരാകാം. യേശുവിൻ്റെ ഇഷ്ടമതാണ്. 1 തെസ്സലോനിയൻസ് അധ്യായം 4:3 പറയുന്ന പോലെ നമ്മുടെ വിശുദ്ധീകരണമാണ് അവിടുന്ന് അഭിലഷിക്കുന്നത്. നമുക്ക് വിശുദ്ധരായി ജീവിക്കാം. വിശുദ്ധരെയാണ് സ്വർഗത്തിന് വേണ്ടത്. വിശുദ്ധരെ സ്വർഗത്തിൽ പോകൂ. നിങ്ങൾ ഓരോരുത്തരെയും ഈശോയുടെ ഹൃദയത്തിൽ ഈ ജൂൺ മാസത്തിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.